അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ഈ ആശുറാഇന്റെ സുന്ദരമായ സുദിനത്തിൽ ഞാനിപ്പോഴുള്ളത് ഉത്തര കന്നഡയിലെ ഹാവേരി ജില്ലയിൽ പെട്ട വളരെ പ്രധാനപ്പെട്ട സവണൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത്. അൽഹംദുലില്ലാ, എൻ്റെ കൂടെയുള്ള മുസ്തഫ സഖാഫി, അദ്ദേഹം മംഗലാപുരം സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ പഠനകാലത്ത് തന്നെ ഫീൽഡ് ദഅവയുടെ ഭാഗമായി ഈ ഭാഗങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു 17 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഈ പ്രദേശത്ത് വന്ന് പഠനത്തിന്റെ കൂടെ തന്നെ പ്രബോധനം എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ കറങ്ങിയപ്പോൾ ഇസ്ലാമികമായി വളരെ പിന്നാക്കം നിൽക്കുന്ന, ഇസ്ലാമിന്റെ സംസ്കാരം എന്തെന്ന് പോലും അറിയാത്ത ഈ പ്രദേശം അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചു. പഠനത്തിന്റെ ഇടപാടുകളിൽ എല്ലാം നിരവധി വർഷങ്ങൾ അദ്ദേഹം ഇവിടെ ക്യാമ്പ് ചെയ്ത് പലരെയും കൊണ്ടുവന്ന് വീട് വീടാന്തരം കയറി ഇറങ്ങി ഇസ്ലാമിനെ പരിചയപ്പെടുത്തി. മർക്കസിൽ നിന്ന് സഖാഫിയായി ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു തന്റെ അവശേഷിക്കുന്ന സേവനകാലം ഈ പ്രദേശത്ത് കേന്ദ്രീകരിക്കണമെന്നത്. അങ്ങനെയാണ് 10 വർഷം മുമ്പ് മഹാനാകുന്ന മർഹൂം സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി ഒസോട്ട് തങ്ങളുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഇവിടെ വരികയും ഈ കാണുന്ന സ്ഥാപന സമുച്ചയങ്ങളൊക്കെ ഇതിന് കീഴിൽ 25 മദ്രസകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെല്ലാം തുടക്കം, ഇതിൻ്റെയൊക്കെ ബാനിയായി അന്ന് മുന്നിൽ നിന്നത് മഹാനാകുന്ന പൊസോട്ട് തങ്ങൾ അവർകളാണ്. അദ്ദേഹത്തിന്റെ ദറജ അല്ലാഹു തആല ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, ലളിതമായി തുടങ്ങി ഈ ഒരു സംരംഭം ഇന്ന് 3 വ്യത്യസ്ത ക്യാമ്പസുകളിലായി പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. നിരവധി മദ്രസകളുണ്ട്, ആലിമ കോഴ്സ് പഠിപ്പിക്കുന്ന സ്ത്രീകൾക്ക് മാത്രമായ സംവിധാനങ്ങളുണ്ട്, ദർസുകളുണ്ട്, ശരീഅത്ത് കോളേജുണ്ട്. അതിനപ്പുറത്ത് ഇതിനേക്കാളെല്ലാം ഈ വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തിയുള്ള ഫീൽഡ് ദഅവയുമുണ്ട്. എൻ്റെ പിന്നിൽ ഈ വീഡിയോയുടെ പാശ്ചാത്യത്തിൽ നിങ്ങൾ കാണുന്ന ഈ ബിൽഡിംഗ്, അത് ദർസിലെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഹോസ്റ്റലാണ്. ഇത് പണി പൂർത്തീകരിക്കണം. ഇതിന്റെ അപ്പുറത്ത് നിങ്ങൾ കാണുന്ന ആ ഷെഡ് ഇവിടുത്തെ മദ്രസയാണ്. ആ തകരത്തിന്റെ ഷെഡിൽ നിന്ന് അതൊരു സ്ഥിരം ബിൽഡിങ്ങിലേക്ക് മാറി അപ്പുറത്തുള്ള ആ സ്ഥലം കൂടി ബിൽഡിംഗ് ആക്കി മുത്തഅല്ലിമീങ്ങൾ 100 മുത്തഅല്ലിമീങ്ങൾക്ക് താമസിച്ചു പഠിക്കാൻ ഈ ക്യാമ്പസിൽ തന്നെ സൗകര്യം ചെയ്യേണ്ടതുണ്ട്. അതിന്റെ അപ്പുറത്ത് ഗുൽബർഗയിൽ മറ്റൊരു ക്യാമ്പസ് ഉണ്ട്. മറ്റിടങ്ങളിലും വിപുലമായി കിടക്കുന്ന ഈ ക്യാമ്പസുകളെല്ലാം സഹായിക്കേണ്ട ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. ഇദ്ദേഹത്തിന്റെ എല്ലാ സമയവും കഴിവും ഇവിടെ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിന് പിന്തുണ നൽകേണ്ടത് വിശ്വാസികളാകുന്ന നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു തആല നമുക്ക് നന്നായി സമ്പത്ത് തന്നിട്ടുണ്ട്, ഹലാലായ സമ്പത്ത് തന്നിട്ടുണ്ട്. ദക്ഷിണ കന്നഡയിലും കേരളത്തിലുമൊക്കെ ഇസ്ലാം സമ്പന്നമായത് നമ്മുടെ സമ്പത്ത് കൊണ്ടാണ്. ഇനി നമ്മുടെ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് നന്നായി ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്തിന്റെ നല്ലൊരു ഭാഗം എല്ലാ ആളുകളും ഈ സവണൂർ ഏരിയയിൽ പ്രവർത്തിക്കുന്ന മുഈനുസ് സുന്ന എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന് നൽകുകയും അതിന്റെ ഭാഗമായി അതിന്റെ സഹകാരികളായി നമ്മളെല്ലാവരും മാറണമെന്ന് ഈ ആശുറാഇന്റെ സുന്ദരമായ സുദിനത്തിൽ ഈ പിഞ്ചു വിദ്യാർത്ഥികളെ എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് നിങ്ങളോട് വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു നമ്മെ വിജയിപ്പിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.